ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ല ഒരു ഓമയ്ക്കത്തോരനാണ്. ഞാൻ ഒരു നന്നായിട്ട് വിളഞ്ഞൊരു പച്ചോമയ്ക്ക എടുത്തിട്ട് അത് രണ്ടായിട്ടാണ് എടുത്തത്. പകുതി തോരനും വെച്ചു, പകുതി മെഴുക്ക് പുരട്ടിയും വെച്ചു. അപ്പോൾ ആ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി 2 ദിവസം മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണേ. ഞാൻ റെസിപ്പിയുടെ കൂടെ പിൻ ചെയ്തേക്കാം. പച്ച ഓമയ്ക്ക വിളഞ്ഞതെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒന്നുകിൽ ചെറിയ കുരു കാണും, അല്ലെങ്കിൽ കുരു വാങ്ങാൻ വേണ്ടിയിട്ട് കൊച്ചു കൊച്ചു നാരുകൾ പോലെ കാണും. അതെല്ലാം സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ കളഞ്ഞിട്ട് പുറത്തെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അത് പൊടിയായിട്ട് അരിയണം. ഞാനിപ്പം ചോപ്പറിലിട്ടാണ് അരിഞ്ഞത്. അത് അരിഞ്ഞു വന്നപ്പം 2.25 കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കതിനകത്ത് വേണ്ടത്, ഞാൻ തേങ്ങ എടുത്തിരിക്കുന്നത് ഒരു 1/3 കപ്പ്, ഒരു കപ്പിൻ്റെ 1/3, കൊച്ചുള്ളി ഒരു 3 എണ്ണം, വെളുത്തുള്ളി ഒരല്ലിയും, ജീരകം 1/4 ടീസ്പൂണും, മഞ്ഞൾപ്പൊടി 2 നുള്ളും, കറിവേപ്പില 1 തണ്ടുമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് തോരന് അരിച്ചെടുക്കുന്നത് പോലെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാമേ. പൾസ് ചെയ്യുന്നത് പോലെ ഒരു 1-2 പ്രാവശ്യം ചെയ്താൽ മതി. ഇത് ഞാൻ ആദ്യം തേങ്ങയെല്ലാം കൂടെ ഒന്ന് അരച്ചു. അത് കഴിഞ്ഞിട്ടാണ് കറിവേപ്പില ഇട്ടത്. കാരണം കറിവേപ്പില തീരെ അങ്ങ് അരഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ കറിവേപ്പിലയുടെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് കിടക്കും. ഇപ്പം ഞാൻ ഒരു പാനിലോട്ട് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ എണ്ണ ചൂസ് ചെയ്യാമേ. ഞാനിപ്പം കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് അതിനകത്തോട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഉഴുന്ന് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ് കേട്ടോ. അതും കൂടെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴേക്കും. ഞാൻ ഓമയ്ക്ക അരിഞ്ഞെടുത്തിരിക്കുന്നത് ചോപ്പറിലാണ്. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊത്തിയരിയാം. പക്ഷേ ചോപ്പറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓമയ്ക്ക, ക്യാരറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ബീറ്റ്റൂട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോപ്പറിൽ നല്ല ഭംഗിയായിട്ട് വെള്ളം ഇറങ്ങാതെ നല്ല ഭംഗിയായിട്ട് ഒരുപോലെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, അരിഞ്ഞു കഴിഞ്ഞ് അളന്നപ്പം 2.25 കപ്പ് ഉണ്ടായിരുന്നു. അതിനാണ് ഞാൻ 1/3 കപ്പ് തേങ്ങ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ ഇത്രയും വേണ്ടെങ്കിൽ ഇച്ചിരി കുറച്ചെടുത്താലും കുഴപ്പമില്ല. 1/4 കപ്പായാലും മതിയാവും. ഇനിയും ആ ഓമയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ. ഇതിപ്പം 1/4 ടീസ്പൂണിൻ്റെ അളവ് സ്പൂണാണ്, അതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇട്ടത്. ഈ ഓമയ്ക്കത്തോരനെ പോലെ തന്നെ നല്ല ക്യാബേജ് തോരൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഓമയ്ക്ക മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഒരുപാട് നല്ല മെഴുക്ക് വരട്ടികളുടെ റെസിപ്പിയുമുണ്ട്. അതൊക്കെ ഞാൻ പറ്റുന്ന എല്ലാം ഞാൻ ഈ റെസിപ്പിയുടെ താഴെയായിട്ട് പിൻ ചെയ്തേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയിന്ന് കണ്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പച്ചോമയ്ക്ക ഞാൻ ചെയ്തതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് നടുക്കോട്ട് ഒന്ന് കൂട്ടിയൊന്ന് വെക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ പാന് നല്ല ചൂടിലിടണം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എന്നറിയുമ്പം കുറച്ച് തീ കുറച്ചിടണം. കാരണം നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുമ്പം തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നു നോക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും നടുക്കോട്ടൊന്ന് കൂട്ടി വെച്ച് പിന്നെ മൂടി വെക്കണം. അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വെച്ചിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പാകത്തിനുള്ള ആ ഒരു വേവിൽ കിട്ടും. ഇച്ചിരി വെള്ളം പോലും ഒഴിക്കാതെ തന്നെ. ഇപ്പം ഒരുമാതിരി വേവായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അരപ്പിട്ടിട്ട് കുറച്ചുകൂടെ കുക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഫുൾ അങ്ങ് വേവ് കറക്റ്റ് ആവാനായിട്ട് നോക്കണ്ട. ഒരു 80-85% ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരപ്പിടാം. അരപ്പും കൂടെ ഇട്ട് പിന്നെയും കുറച്ച് നേരം വേവണമല്ലോ. ഇനി അരപ്പിട്ട് കൊടുത്തിട്ടായാലും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി മുമ്പേ ചെയ്തതുപോലെ തന്നെ ആ ക്യാബേജും അരപ്പും എല്ലാം കൂടെ നടുക്കോട്ടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് വീണ്ടും അടച്ചു വെക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് ആ അരപ്പിൻ്റെ പച്ചച്ചവയൊക്കെ മാറി നല്ല ഒരു തോരനായിട്ട് നമുക്ക് കിട്ടും, ഒട്ടും കുഴഞ്ഞു പോകാതെ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഉപ്പ് ഒരിച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. മഞ്ഞൾപ്പൊടി നിങ്ങൾ വളരെ സൂക്ഷിച്ചേ ഇടാവുള്ളൂ. എനിക്ക് ഈ തോരൻ ഒരുപാടങ്ങ് മഞ്ഞ നിറത്തിലിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒരു ലൈറ്റ് യെല്ലോ കളറിലിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് 2 നുള്ള് മഞ്ഞൾപ്പൊടിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ദേ എത്ര പെട്ടെന്നാണ് നമ്മുടെ തോരന് റെഡിയായത്. നമ്മുടെ മിക്ക വീടുകളിലും കാണും പച്ച ഓമയ്ക്ക. നിങ്ങൾ ഇതുപോലെയല്ല വീട്ടിൽ ഓമയ്ക്കത്തോരൻ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്കറിയാം മിക്ക വീടുകളിലും ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ്. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികൾ, തനിയെയൊക്കെ ഇപ്പം ഒരുപാട് പാചക പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇങ്ങനെ ഇത്രയും വിശദമായിട്ട് പറയുന്നത്.
അപ്പോൾ നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്